ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഇപ്പോൾ അടപ്രഥമൻ ഉണ്ടാക്കുക, പാലടപ്രഥമൻ. ഓക്കെ, അതിന് നമ്മൾ കുറച്ച് പച്ചരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ അങ്ങനെ പൂത്തി വെച്ചതിൻ്റെ ശേഷം അതെടുത്ത് മിക്സി ജാറിലിട്ടിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര, ഒരു നുള്ളി ഉപ്പിട്ടാൽ മതി. പിന്നെ ഒരു 2-3 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് അരച്ചേക്ക്. അത് അങ്ങനെ അരയ്ക്കുക, ഇതുപോലെ നൈസായിട്ട് അരയണം, നല്ല മസി പോലെ അരയണം. പിന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ല മറ്റേ ഓയിൽ എന്തെങ്കിലും ഒന്ന് തടി കൊടുത്തിട്ട് നല്ല ഫുള്ള് എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തതിന് ശേഷം അതിൽ ലേശം ഒഴിച്ചിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രമില്ല അതിൽ വെച്ചാൽ മതി. ആവിയിൽ ഇഡ്ഡലി പാത്രം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് മൂടിയാൽ മതി. അങ്ങനെ നമുക്ക് വെന്ത് കിട്ടും. നേരിയതായിട്ട് എടുക്കണേ, കുറച്ച് മുയിപ്പിൽ വിത്തരുത്, കുറച്ച് ഇതായിട്ട് അങ്ങനെ മെല്ലനെ ഇങ്ങനെ മെലീസായിട്ട്. ഇല്ലെങ്കിൽ ചിലവർ ഈ വാഴ ഇലയിലെല്ലാം ചെയ്യും. നമ്മളടുത്ത് പിന്നെ ഇവിടെ കോയമ്പത്തൂരിലൊന്നും വാഴ ഇലയില്ല, അതുകൊണ്ടിട്ട് ഞാൻ പ്ലേറ്റിലാക്കുന്നത്. പിന്നെ അടപ്രഥമൻ നിങ്ങൾക്ക് വാങ്ങാനും കിട്ടുന്നുണ്ട്, അതിലും ചെയ്യാം. ഇത് ഈസി മെത്തേഡ്. വീട്ടിൽ നിന്ന് ഒരു പച്ചരി നമ്മൾ സാധാരണ വീട്ടിലുണ്ടാകുന്നതല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. ഇപ്പോൾ ഇതൊന്ന് ആവിയിൽ വെച്ചെടുത്ത് വേഗം കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ അത് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് മേലെ ഒരു പ്ലേറ്റ് വെച്ച് മൂടിയാൽ മതി. സാധാരണ ഇഡ്ഡലി പാത്രമാണെങ്കിൽ ഇഡ്ഡലി പാത്രം, ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിൽ വെച്ചിട്ട് വെന്ത് കിട്ടി. ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൽ സ്ലൈസ് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ കത്രിക കൊണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും, ചെറുതോ വലുതോ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാൻ നേരിയതായിട്ട് അല്ലെങ്കിൽ സ്ക്വയറായിട്ട് ക്യൂബ്സ് പോലെ അങ്ങനെ എന്ത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾ മുറിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞ് എന്നിട്ട് അങ്ങനത്തെ മുറിച്ചതാണ് അങ്ങനെ പൊന്തിച്ച് അങ്ങനെ വന്നോളും. ഓക്കെ, പിന്നെ ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് പാലെടുത്ത്, വെള്ളം പീത്താത്ത പാലാണ്. ആ പാലൊന്ന് നല്ലോണം കുറുക്കിയെടുക്കണം. അതിൽ വന്നിട്ട് ഒരു 5-6 ഗ്ലാസ് 5-6 സ്പൂണ് പഞ്ചസാര ഇട്ടോ. എന്നിട്ട് നല്ലോണം തിക്കാക്കണം. അങ്ങനെ പഞ്ചസാര ഇടുമ്പോൾ കുറച്ച് ലൂസാകും. എന്നിട്ട് പിന്നെ അതിനെ നല്ലോണം നമ്മൾ പതപ്പിക്കുമ്പോൾ അങ്ങനെ കുറച്ച് മുയിപ്പായിട്ട് കളർ ചേഞ്ച് ആകും. കുറച്ച് ഇതായതിൻ്റെ ശേഷം നമ്മൾ ഉണക്കി വെച്ചിട്ടില്ലേ, വേവിച്ച് വെച്ചിട്ടില്ലേ ഈ അടപ്രഥമൻ, അത് അതിലിട്ടേക്ക്. അല്ലെങ്കിൽ വാങ്ങിയതുണ്ടെങ്കിൽ വാങ്ങിയത് അതിലിട്ടാലും മതി. അതൊന്ന് കുക്കറിലിട്ട് വേവിച്ചിട്ട് പിന്നെ ഇടാം. ഇപ്പോൾ ഏലക്കപ്പൊടി, ഒരു ചെറിയ നുള്ളി ഉപ്പ് ഇട്ടേക്ക് ഈ പാലിൽ. എന്നിട്ട് നല്ലോണം കുറുക്കിയിട്ട് അടപ്രഥമനും ഇട്ടിട്ട് അത് ഒന്ന് വേവിക്കണം കേട്ടോ. ഇപ്പോൾ കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട് വേവിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് വേവിച്ചാലും മതി. ഇതിലെ ഇട്ടിട്ട് നല്ലോണം കുറുക്കി വരുമ്പോൾ നല്ല വെന്തും കിട്ടും. നിങ്ങൾക്ക് ഈ പാലൊന്ന് നല്ല എന്താ പറയുക മുയിപ്പായിട്ട് വരും, തിക്കായിട്ട് വരും. ഓക്കെ, കളർ ചേഞ്ച് ആവുന്നുണ്ട. നിങ്ങൾ എത്രത്തോളം ഇതാക്കുന്നു അത്രത്തോളം അത് തിക്നെസ്സും വരും, കളർ ചേഞ്ച്. ഇപ്പോൾ ചിലവരെല്ലാം ഇതിൽ വന്നിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിക്കും. ഇപ്പം ഞാൻ ഇതിൽ മിൽക്ക് മെയ്ഡ് ഒന്നും ഒഴിക്കുന്നില്ല, വെറുതെ ജസ്റ്റ് പാലും ഏലക്കപ്പൊടി പഞ്ചസാര മാത്രമേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് ഈ അടപ്രഥമൻ ഇട്ടിട്ട് ഒന്ന് നല്ലോണം കുക്കറിൽ വേവിച്ച് വെച്ചിട്ട് ഇതിലിടാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നല്ല വേവിച്ചതിന് ശേഷം ഇതിലിട്ടാൽ ഈസിയാണ്. ഇതിലിട്ടാൽ കുറച്ച് നല്ലോണം വേവിക്കണം നമ്മൾ. വെന്തതാണ് സംഗതി, എന്നാലും ഇനിയും കുറച്ച് സോഫ്റ്റ് ആകാനായിട്ടാണ് ഇതിലിട്ടിട്ട് കുറച്ച് നല്ലോണം വേവിക്കാൻ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇന്നും കുരുകി കഴിഞ്ഞുകൊണ്ട് കളറും ചേഞ്ചായി, നല്ലോണം ഇന്നും തിക്കാകും. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഒരു താളിക്കുന്ന കരണ്ടിയില്ലേ, അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ദ്രാക്ഷയും, നിങ്ങൾക്ക് എന്താ ഇഷ്ടം, കാഷ്യൂനട്ട്, ബാദാം എന്ത് ഇടുന്നുണ്ടെങ്കിലും ശരി. നല്ല കാഷ്യൂ സാധാരണ ഇതാണ്, അത് ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയിട്ട് അതിൽ ഒഴിച്ച്, അത്രയേ ഉള്ളൂ. ഇത് അടപ്രഥമൻ പായസമാണ്. ഇന്നൊന്ന് തേങ്ങാപ്പാലിൻ്റെ പായസമുണ്ട്, അത് ഞാൻ ഇന്നൊരിക്കൽ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ലാസ്റ്റ് വീക്ക് ഞാൻ ഇടാൻ പറ്റിയില്ല. സോറി ആൻഡ് ഹാപ്പി ഓണം ടു ഓൾ. ഓക്കെ, ഇപ്പോൾ കണ്ട എത്ര തിക്കായിട്ട് വന്ന്. ഓക്കെ, ബൈ, താങ്ക് യു.